ദൃശ്യമാധ്യമ രംഗത്ത് ഒഴിച്ചുകൂടാൻ വേണ്ടി പറ്റാത്ത ഒരു മേഖലയിലാണ് ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനം നടന്നു വരുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തിയിട്ടുള്ള വിഭാഗമാണ് ഈ കേബിൾ TVയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം. 10 പൈസ ചെലവില്ലാതെ, ഗവൺമെന്റിന് 10 പൈസ ചെലവില്ലാതെ ഇവിടെ രാജ്യത്ത് തൊഴിൽ ഇല്ലായ്മ നേരിടുന്ന കാലത്ത് തൊഴിൽ കണ്ടെത്തുകയും ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വിഭാഗം കൂടിയാണ് നമ്മളെപ്പോലുള്ള തൊഴിലില്ലായ്മ വർക്ക് ചെയ്യുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ സംരക്ഷിക്കുന്നത് എല്ലാം കോർപ്പറേറ്റ് പീഡന നയം എന്ന കാര്യത്തിൽ തർക്കമില്ല. കോർപ്പറേറ്റ് പീഡന നയം മാത്രമല്ല, ഗവൺമെന്റ് ആയാലും ഏത് ഗവൺമെന്റ് ആയിക്കഴിഞ്ഞാലും ആ സീറ്റിൽ കയറിയിരിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിലും നിറത്തിലും ഒക്കെ തന്നെ മാറ്റം വരുന്നുണ്ട്. യാതൊരു തർക്കമില്ല. നമ്മളെ കൂട്ടത്തിൽ നിന്ന് പോയിട്ടുള്ള ആളുകളെല്ലാം രാജ്യം ഭരിക്കുമ്പോഴും സാധാരണക്കാരന്റെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത ഭരണാധികാരികളായിട്ട് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ആ ഭരണത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പറ്റാത്ത നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റുകളായിട്ട് മാറുന്നുണ്ട്. അതിന് ഏറ്റവും ഒത്താശ പിടിക്കുന്നത് ഇവിടെ IAS ഉദ്യോഗസ്ഥന്മാരാണ്. യാതൊരു തർക്കമില്ല. അവരെഴുതി കൊടുക്കുന്ന പേപ്പറുകളിൽ ഒപ്പിടുകയും അവരെഴുതി കൊടുക്കുന്ന നയങ്ങൾ വ്യക്തമാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന സമീപനം പ്രത്യേകിച്ച് KCB പോലുള്ള ബോർഡുകളിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ കേരളത്തിലെ മന്ത്രിമാർ, വൈദ്യുതി മന്ത്രി പറഞ്ഞാൽ പോലും കേൾക്കാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു സാധാരണക്കാരന് കൊടുക്കേണ്ട ഒരു ഇളവ് കൊടുക്കാൻ വേണ്ടി പറ്റാത്ത, സാധാരണക്കാരനെ സഹായിക്കാൻ വേണ്ടി പറ്റാത്ത, നമ്മളെല്ലാം ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തി വിദ്യാഭ്യാസമല്ല, നമ്മൾ പല വഴിക്ക് സഞ്ചരിച്ച ആളുകളാണ്. നമ്മളെല്ലാം അവിചാരിതമായിട്ട് എത്തിപ്പെട്ട മേഖലയാണ്. ഈ രാജ്യത്തിന് അഭിമാനമാണ് ഈ കാര്യം. കാരണം സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തുന്ന രാജ്യത്തിന് അഭിമാനമാണ്. അഭിമാനമായിട്ടുള്ള ആളുകളെ അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത നാടായിട്ട് മാറുകയാണ്. ഞങ്ങൾ സമരത്തിനിടെ ഡൽഹി പാർലമെന്റ് മാർച്ച് നടത്തി. പാർലമെന്റ് മാർച്ചിൽ പോയ സമയത്താണ് മനസ്സിലായത് നമ്മൾ ഇവിടെ ഈ സ്വാതന്ത്ര്യമെങ്കിലും ഉണ്ടെങ്കിൽ കൂടി കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു കൊടി പിടിക്കാനോ ഒരു മുദ്രാവാക്യം വിളിക്കാനോ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യമായിട്ട് ഇന്ത്യ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം മറികടക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറേണ്ടതുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഒഴിച്ചുകൂടാൻ വേണ്ടി പറ്റുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ പോലും നടപ്പിലാക്കാനുള്ള ഏതോ ഒരു ശക്തി ഇതിന് പിന്നാലെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ കേബിൾ TVക്കാർക്ക് ഈ കേബിൾ വലിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്താൽ ഈ രാജ്യം ഇടിഞ്ഞു പോയില്ല. KCB-ക്കാരുടെ മറ്റുത്തരവാദിത്തവും നടക്കില്ല. മാസാമാസം 1.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ പണം എവിടെ നിന്ന് അവിടെ കയ്യിലെത്തുന്നു? ഈ ഖജനാവിലേക്ക് പ്രധാന പങ്ക് വഹിക്കുന്ന തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാം. ഈ മാസാമാസം വണ്ടി വാങ്ങുന്ന ആളുകൾക്ക് അവരുടെ കുടുംബത്തിലത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ സാധാരണക്കാരായിട്ട് ആളുകളുടെ വീടുകളിലും കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളിലുണ്ട്. അവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനും അവരെ സംരക്ഷിക്കാനും അവർക്ക് ചികിത്സ കൊടുക്കാനും എല്ലാം ഞങ്ങളുടെ നിത്യ വരുമാനത്തിൽ നിന്നാണ് വരുന്നത്. ഓരോ ആളുകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ, അവരുടെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട്, ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്.